അമ്മയ്ക്ക് തൽക്കാലം ജീവൻ ആപത്തൊന്നുമില്ല. പക്ഷേ കണ്ടീഷൻ അത്ര നല്ലതല്ല. ചില ടെസ്റ്റുകൾ കൂടി നടത്തേണ്ടി വരും. അമ്മ ഇന്ന് തന്നെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നതാ നല്ലത്. ഇനിയും വൈകിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാവും. അസുഖത്തിന് ചികിത്സിക്കേണ്ടത് കൃത്യസമയത്താണ്. അതിന് വീഴ്ച വരുത്തിയ അത് അവരുടെ ജീവനെ തന്നെ സാരമായി ബാധിക്കും. ഒരുപക്ഷെ കുറച്ചു ദിവസം കൂടി കഴിയട്ടെ എന്ന് കരുതി മാറ്റിവെച്ച പിന്നെ സർജറി കൊണ്ട് തന്നെ ഒരു ഫലം ഉണ്ടായിന്ന് വരില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനു വേണ്ട മുഴുവൻ തുകയും ഉടൻ തന്നെ അടയ്ക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് സർജനെ അറിയിച്ചാൽ മതി. എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാ? ഡോക്ടർ വളരെ സീരിയസ് ആയിട്ടല്ലേ മോളെ പറയുന്നേ? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ പറ്റില്ലല്ലോ. തങ്കത്തിന്റെ ഓപ്പറേഷൻ ചെലവുകൾ മുഴുവനും സിത്താര മേഡം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞപ്പോ അതൊരു വലിയ ആശ്വാസമായിട്ട് തോന്നിയതാ. പക്ഷേ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാന്ന് പറഞ്ഞാല്. കൃഷ്ണൻ, നീ എന്താ ഒന്നും പറയാത്തെ? അമ്മയുടെ ചികിത്സ മുടങ്ങാൻ പാടില്ല. എന്റെ ജീവൻ കൊടുത്തു അമ്മയെ രക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന. എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഫോൺ എടുക്കുന്നില്ല ചേച്ചി. ഹലോ മാഡം, അമ്മയെ പെട്ടെന്ന് തളർന്നു വീണു. ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കാം. ഇവിടെ കുറച്ച് പണം അടയ്ക്കണം. എത്രയും പെട്ടെന്ന് വേണം. മനസ്സില് നന്മ മാത്രമുള്ള ഒരു പെങ്കൊച്ച് ഒരാളെക്കുറിച്ചും ഒരു കുറ്റവും കുറവും പറയുന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്നിട്ട് അതിന് വന്നൊരു വിധി കണ്ടില്ലേ ഗോപാലേട്ടാ? അവൾ ഇതുവരെ അവളുടെ കല്യാണത്തെക്കുറിച്ചോ അവളുടെ മനസ്സിലെ മോഹങ്ങളെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊക്കെ അവളുടെ മനസ്സിലുണ്ടാവില്ലേ? ആരോ ഒരാളെ ഒരു ദിവസം താലി കെട്ടുക, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക, ജീവിതകാലം മുഴുവൻ അവളുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കില്ലേ അത്? അങ്ങനെ ചിന്തിച്ച എല്ലാം പ്രശ്നമാണ് സുനന്ദേ. ഏതായാലും സിത്താര മേഡത്തോടെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതിൽ വല്ല നന്മയും വരുമോന്ന് ചിന്തിക്കാം. എന്ത് നന്മ വരാനാ ഗോപാലേട്ടാ? ആ പയ്യൻ നല്ലവനാണ്, നല്ല തറവാടുമാണ്. ചിലപ്പോ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് കൃഷ്ണ തന്നെ അവിടുത്തെ മരുമകളാകേണ്ടി വന്നാലോ? അങ്ങനെ സംഭവിച്ചു കൂടായികയില്ലല്ലോ. ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ വെറുതെ മോഹിക്കാൻ. ഒരിക്കലും നടക്കാത്ത കാര്യമൊന്നുമല്ല. ഏതോ നാട്ടിൻപുറത്ത് തങ്കത്തിന്റെ മകളായിട്ട് ജീവിച്ചിരുന്ന കൃഷ്ണ സിത്താര മേഡത്തിന്റെ മകളുടെ അതേ മുഖവും രൂപവും വന്നെങ്ങനെ? അങ്ങനെ കറങ്ങി തിരിഞ്ഞവൾ സിത്താര മേഡത്തിന്റെ വീട്ടിൽ എങ്ങനെ എത്തി? സിത്താര മേഡത്തിന്റെ മകൾക്ക് നിശ്ചയിച്ചിരുന്ന കല്യാണത്തിന് താലി കെട്ടാൻ അവളെ തിരഞ്ഞെടുത്തത് ആരാ? ഇതൊക്കെ ദൈവത്തിന്റെ കളി തന്നെയാ. ഗാഥയും കൃഷ്ണവും സിത്താര മേഡമാണ് പ്രസവിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിലേ കൃഷ്ണയുടെ അമ്മ സിത്താര മേഡം ആണെങ്കിൽ മകൾക്ക് വേണ്ടി അമ്മ തെരഞ്ഞെടുത്തൊരു നല്ല ബന്ധമാണെന്ന് കരുതിക്കൂടെ? എന്താ സുമിത്ര? അല്ല നന്ദേട്ടാ,
ഇപ്പൊ വിവാഹത്തിന് മുൻപൊരു ഫോട്ടോഷൂട്ടൊക്കെ ഇല്ലേ, അതിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ തന്നെ അത് നടത്താന്നാ ഇവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നവീനെ? മുത്തശ്ശി, അതെ, ഞാൻ ഒരുവിധം സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തതാ. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരുമായിട്ട് അത് മാറ്റിക്കളയരുത്. സാറേ, ഞാൻ അവരെ വിളിച്ച് പറയാൻ പോണേ. ആ, അപ്പോ ഇത് ഫിക്സ് ചെയ്യില്ല അച്ഛാ? അമ്മേ, ഒന്ന് വന്നേ. എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനുണ്ട്. ഇപ്പൊ വരാൻ നന്ദേട്ടാ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ പറ്റിയില്ലല്ലോ. ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ അമ്മേ? സുമിത്ര അതിന് സമ്മതിക്കും തോന്നുന്നില്ല. അവന്റെ വിവാഹം ഒന്നും മുടങ്ങണേന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട അവസ്ഥയായി നമ്മുടേത്. അമ്മയെ കാണാൻ അനുവാദം ചോദിച്ചിരുന്നില്ലേ? ഇപ്പൊ വേണമെങ്കിൽ അകത്ത് കയറി അമ്മയെ കണ്ടോളൂ. ശരി ഡോക്ടർ. അധികം സംസാരിപ്പിക്കണ്ട. പിന്നെ കരയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.